ശിവസമാരംഭാം സ്മൃതിപുരാണാനാം ഭഗവത്പാദം ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത്. ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്രികാലാതീതം തദപ്യോംകാരൈവ. സർവം ഹ്യേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷ അന്തര്യാമീഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാ അധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്രാ മാത്രാശ്ച പാദാ അകാര ഉകാരോ മകാരൈതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ.
സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദോഭയത്വാദ്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭൂതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി യ ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രാജ്ഞോ മകാരസ്തൃതീയാ മാത്ര മിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. അമാത്രശ്ചതുർദ്ധോ അവ്യവഹാരിഃ പ്രപഞ്ചോപശമസ്യോ അദ്വൈത ഏവം ഓംകാര ആത്മേവ സംവിശതി ആത്മന ആത്മാനം യ ഏവം വേദ. മുണ്ടക്യോപനിഷത്ത് അദ്വൈത പ്രകടനത്തിൽ 23 ശ്ലോകം. ഭൂതതോ അഭൂതതോ വാപി സൃജ്യമാനേസമാശ്രുതി നിശ്ചിതം യുക്തിയുക്തം ച യത്തദ്ഭവതി നേതരത്. നന്നു അജാതിവാദിനഃ സൃഷ്ടിപ്രതിപാദിക ശ്രുതിർന സങ്കച്ഛതേ പ്രാമാണ്യം. അജാതി പരമാർത്ഥത്തിൽ പ്രപഞ്ച സൃഷ്ടി സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പരമാർത്ഥം എന്നുള്ളതിനാണ് പ്രാധാന്യം. അതിന് ശ്രുതിയും പ്രമാണമാണ്. ശ്രുതിയും അജാതത്തെക്കുറിച്ച് പറയുന്നു എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുന്ന ശ്രുതികളോ? ശ്രുതി തന്നെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. മുമ്പ് ഈ വിഷയം വന്നതാണ്. അതിനങ്ങനെ പ്രാമാണ്യം വരും. അതെങ്ങനെ ശരിയാകും? അശ്രുതി വാക്യങ്ങളുടെ അർത്ഥം എന്താകും എന്നാണ് ചോദിക്കുന്നത്. സമാനം പറയുന്നു, പാഠം വിദ്യതേ സൃഷ്ടി പ്രതിപാദിക ശ്രുതി. പാഠം ശരിയാണ്, നിങ്ങൾ പറയുന്നതിനും കാര്യമുണ്ട്. ശ്രുതി തന്നെ പ്രപഞ്ച ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. ഇവിടെ പ്രപഞ്ചം ഉത്പന്നമായ ഈ പ്രപഞ്ചം അത് അസത്യമാണെന്നല്ല പറയുന്നു. പ്രപഞ്ചം ഉത്പന്നമേ ആയിട്ടില്ലെന്നാണ്. അതാണ് ഇവിടെ കാരികയിൽ പ്രത്യേകിച്ചും പറയുന്നു. ഒരു കൂട്ടർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഒരു കൂട്ടർ പറയുന്നു പ്രപഞ്ചം ഉണ്ടായി, പക്ഷെ അത് പരമാർത്ഥമല്ല. ഇവിടെ പറയുന്നത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ്. പ്രപഞ്ചം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പ്രപഞ്ചത്തിലിരുന്നുകൊണ്ട് പറയുകയാണ്. പ്രപഞ്ചത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് പറയുകയാണ്. അതെങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നു. പ്രപഞ്ച അനുഭവമാണ് മുന്നോട്ട് നിൽക്കുന്നത്. അതിൽ പ്രമാണങ്ങളിൽ വെച്ച് ശ്രുതി
ആണ് മുഖ്യം അദ്വൈതിക്ക്. പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളെ അപേക്ഷിച്ച് ശ്രുതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യക്ഷം പോലെയുള്ള കാര്യങ്ങൾ, പ്രത്യക്ഷത്തെ പ്രമാണമെന്ന് പറയുന്നത്, പ്രമാണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ അറിവുണ്ടാക്കി തരുന്നത് ഏതാണ് പ്രമാണം. പ്രത്യക്ഷം ഒരു പ്രമാണമാണ്. പ്രത്യക്ഷം സാമാന്യമായി പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സോടുകൂടി ചേർന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതാണ് ആദ്യത്തെ പ്രമാണം. ഇതിൽ നിന്നാണ് നമുക്ക് ശരിയായ അറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ മുഖ്യമായിട്ട് അദ്വൈതം സ്വീകരിക്കുന്നില്ല. കാരണം പ്രത്യക്ഷാനുഭവം എപ്പോഴും ശരിയായ അറിവിനല്ല ഉണ്ടാക്കുന്നു. പ്രത്യക്ഷാനുഭവങ്ങളിൽ നിന്ന് അതിനെ തന്നെ രണ്ടായി തിരിക്കാം. ഒന്ന് യഥാർത്ഥമൊന്നും അയഥാർത്ഥവും. പലപ്പോഴും യഥാർത്ഥമായ അനുഭവം ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്നുണ്ടാക്കുന്നു, പലപ്പോഴും അയഥാർത്ഥമായിട്ടുണ്ടാകുന്നു. പ്രത്യക്ഷമായ ഈ അനുഭവം, ഇതിലാണ് സംശയം നിലനിൽക്കുന്നത്. ചില വിഷയങ്ങളെ നമ്മൾ നിശ്ചയമായിട്ട് അറിഞ്ഞാലും പലപ്പോഴും പല കാര്യങ്ങളും സംശയമായിട്ടാണ് അറിയുന്നത്. സംശയാത്മകമായ ജ്ഞാനത്തെ യഥാർത്ഥ ജ്ഞാനം എന്നിങ്ങനെ പറയാൻ പറ്റും. സ്ഥാണുർവ പുരുഷോവ അങ്ങനെയൊക്കെ പറയുന്നു അറിവ്. ഇതുണ്ടാകാറുണ്ടല്ലോ, അതോ ഇതോ. പ്രത്യക്ഷ ജ്ഞാനത്തെ സാധാരണഗതിയിൽ മുഖ്യമാണെന്ന് പറയുമെങ്കിലും അതിനെ മുഖ്യമെന്ന് സ്വീകരിക്കാൻ വയ്യ. അത് സംശയജ്ഞാനത്തെ ഉണ്ടാക്കുന്നു, ഭ്രമത്തെ ഉണ്ടാക്കുന്നു. അത് പ്രസിദ്ധമാണ്. രജ്ജുസർപ്പം തുടങ്ങിയ ഉദാഹരണങ്ങൾ പറയുന്നു. ഭ്രമത്തെ ഉണ്ടാക്കുന്നു ധാരാളം. ദൈനംദിന ജീവിതത്തിൽ ഭ്രമം ധാരാളം ഉണ്ടാക്കുന്നു. അജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഒരു വിഷയത്തെ ഇന്ദ്രിയങ്ങളും വിഷയവുമായി സംബന്ധം ഉണ്ടായാലും ആ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ കഴിയുന്നില്ല. ഇതെല്ലാം പ്രത്യക്ഷ പ്രമാണത്തിന്റെയും പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയുടെയും കുഴപ്പമാണ്. പ്രമാണങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്ന് ഉള്ള ഈ പ്രവർത്തനം, അതിനുണ്ടാകുന്ന അനുഭവം, ഇത് രണ്ടിനും ദോഷമുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തെ, അതാണ് സാധാരണ മുഖ്യമായി അറിവിന് വേണ്ടി ജീവൻ ആശ്രയിക്കുന്നെങ്കിലും അതിനെ പ്രധാനമായി സ്വീകരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് മുഖ്യപ്രമാണമായി സ്വീകരിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിക്ക് എങ്ങനെ പ്രത്യക്ഷത്തെക്കാളും പ്രാമാണ്യം വരുന്നു? കാരണം ശ്രുതി യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് അതിന് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. പരമാർത്ഥത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം. ആ ഒരു ജ്ഞാനം ശ്രുതിക്ക് നൽകാൻ കഴിയും. അതിനെന്താണ് പറയുന്നത്? ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് മനുഷ്യബുദ്ധി ജന്യമായ ജ്ഞാനമല്ല എന്നാണ്. അതാണ് അതിന് പറയുന്നത്. വേദവാക്യങ്ങൾ ശ്രവിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ വേദവാക്യങ്ങളുടെ ശ്രവണത്തിന് ശ്രോത്രേന്ദ്രിയ ആവശ്യമാണ്, മനസ്സാവശ്യമാണ്. ശ്രവണത്തിന് ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം നിരപേക്ഷമായ ജ്ഞാനമാണ്, പ്രത്യക്ഷത്തെ പോലെയല്ല. അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അതാണ് മുഖ്യപ്രമാണം. മറ്റു ജ്ഞാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ജ്ഞാനങ്ങളുണ്ടാകുമ്പോഴും പ്രത്യക്ഷത്തിലൂടെ നമ്മൾ അറിയുന്നു. പ്രത്യക്ഷത്തിലൂടെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും ചിലത് കേൾക്കുന്നു, ചിലത് കാണുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഇങ്ങനെ അറിയുന്നു.
വേദവും കേൾക്കുകയാണ് ചെയ്യുന്നത്, അതിലൊന്നാണ്. വേദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതെങ്ങനെ പ്രത്യക്ഷമല്ലാതാകും? വേദവും കേട്ടിട്ടാണല്ലോ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പം വേദത്തിനെന്താ പ്രത്യേകത? വേദത്തിന് എന്തുകൊണ്ട് മുഖ്യപ്രമാണമായി സ്വീകരിക്കുന്നു? എന്തുകൊണ്ടത് പ്രത്യക്ഷത്തിൽ അന്തർഭവിക്കുന്നില്ല? വേദത്തിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനം അജ്ഞാന സംശയ ഭ്രമങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് വേദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. വേദത്തിന് മുഖ്യപ്രമാണമായി സ്വീകരിക്കുന്നതാണ്. മറ്റ് ഇന്ദ്രിയജന്യമായ ഈ അറിവുകളെല്ലാം അതിനൊന്നിനും ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന എല്ലാ അറിവുകളും ഈ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ, പ്രാപഞ്ചികമായ വിഷയങ്ങൾ, അവിടെയെല്ലാം ഈ സംശയം, അജ്ഞാനം, ഭ്രമമെല്ലാം തുടരുന്നു. പക്ഷെ വേദം, ശ്രുതി പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് സംശയത്തെ അകറ്റുന്നു, അജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നു, ഭ്രമത്തെ ഇല്ലാതാക്കുന്നു. എന്തുകൊണ്ട് അതിന് കഴിയുന്നു? കാരണം ആ ശ്രുതി മാത്രമേ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നുള്ളൂ. പരമാർത്ഥജ്ഞാനം, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം, പരമാർത്ഥത്തെ വിഷയമാക്കുന്ന ആ ജ്ഞാനം ശ്രുതിയിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നതിന് അത് ഇന്ദ്രിയങ്ങളെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആ ജ്ഞാനത്തിന് ഇങ്ങനെ ഒരു മഹത്വം ഉള്ളതുകൊണ്ട് ശ്രുതിയെ പ്രമാണരാജൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത്, പ്രമേയം ഉണ്ടാക്കുന്നു. യഥാർത്ഥമായ ജ്ഞാനം പ്രമ. അതുകൊണ്ട് ശ്രുതിയാണ് മുഖ്യപ്രമാണം. അതുകൊണ്ട് ആചാര്യസ്വാമികൾ വിശേഷിച്ച് തന്റെ അദ്വൈത സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നത് മുഖ്യമായി ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ്. അനുഭവം പോലും അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. അനുഭവത്തിനോട് രണ്ടാം സ്ഥാനങ്ങൾ. അനുഭവത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൽപ്പിക്കുന്ന അനുഭവത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അദ്വൈത അങ്ങനെയല്ല, ശ്രുതിക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അനുഭവത്തിന് രണ്ടാം സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അനുഭവം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠ, സ്വസംവേദ്യം. ഒരാളുടെ അനുഭവത്തെ വേറൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഒരാൾ പറയുകയാണ് ഞാൻ കൊമ്പുള്ള മുയലിനെ കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളിന് ഒന്നുകിൽ അതിനെ വിശ്വസിക്കുകയാണെങ്കിൽ തള്ളിക്കളയുക, ഏത് നിവൃത്തിയുള്ളൂ. കാരണം അനുഭവം എന്ന് പറയുന്നത് സ്വസംവേദ്യമായ കാര്യമാണ്. അപ്പോൾ അന്യന്റെ അനുഭവത്തെ തനിക്ക് പ്രമാണമാക്കാൻ പറ്റത്തില്ല. തന്റെ അനുഭവത്തെ തനിക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റും. മറ്റൊരാളുടെ അനുഭവത്തെ തനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. സ്വീകരിക്കണമെങ്കിൽ അവിടെ കേവലം വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന പരമാർത്ഥ ബോധം, പരമാർത്ഥ ജ്ഞാനം അനുഭവാവസാനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ അദ്വൈതി മുഖ്യമായി കാണിക്കുന്നില്ല. ശ്രുതിയെ തന്നെ ആശ്രയിക്കുന്നു. അനുഭവത്തെ നമുക്ക് വേറൊരാളിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അത് വ്യക്തിനിഷ്ഠമായതുകൊണ്ട്. ശ്രുതി അങ്ങനെയല്ല, അത് ശ്രവണം ചെയ്യുന്നതാണ്. അത് മറ്റൊരാളിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റും. ഗുരുവിൽ നിന്ന് ഗ്രഹിക്കുന്ന എന്താണ്? ശ്രുതിയാണ്. ശ്രുതിയാണ് ഗുരു ഉപദേശിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളെല്ലാം ശ്രുതിയാണ്. അതാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പൊ ശ്രുതിയെ ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. ശ്രവണത്തിലൂടെ ശ്രോതാവിന് പരമാർത്ഥത്തെ ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ ശിഷ്യന് പ്രമാണമായിരിക്കുന്നത് ഗുരുവിന്റെ അനുഭവം.
ഗുരുവിന്റെ വാക്യമാണ്. ഗുരുവിന്റെ അനുഭവം ശിഷ്യന് അജ്ഞേയമാണ്, അറിയാൻ കഴിയുന്നില്ല എന്താണ്. പക്ഷെ ശ്രുതിവാക്യം ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. ശ്രവിക്കുമ്പോൾ ശിഷ്യന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അനുമാനിക്കാൻ കഴിയുന്നുണ്ട്, ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഗുരുവിന്റെ അനുഭവം. പക്ഷെ അനുഭവം എപ്പോഴും ആത്മനിഷ്ഠമാണ്. അത് നമുക്ക് വേറെടുത്തുനിന്ന് കോപ്പി അടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ശ്രുതിയാണ് ഇവിടെ മുഖ്യപ്രമാണമായി സ്വീകരിച്ചിരുന്നത്. അതിന് കാരണം മുമ്പ് പറഞ്ഞതുമാണ്. എന്തുകൊണ്ട്? ആ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം മാത്രമേ സർവ സംശയങ്ങളും നശിപ്പിക്കുന്നുള്ളൂ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നുള്ളൂ, ആത്മബോധത്തെ നൽകുന്നുള്ളൂ. മറ്റൊന്നിനും അതിന് കഴിയില്ല. അത് അദ്വൈതികൾക്ക് നിലപാടെന്താണ്? ഗുരുവിന്റെ ഉപദേശം പോലും അത് ശ്രുതിവാക്യമായാലേ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുമെന്നാണ്. ശ്രുതിവാക്യത്തെ തന്നെ ഗുരു ബോധിപ്പിക്കണം. ശ്രുതി തന്നെ ഗുരുവിൽ നിന്ന് വരണം, എന്നാലേ അത് യഥാർത്ഥ ജ്ഞാനത്തെ ഉണ്ടാക്കൂ എന്നാണ്. ശ്രുതിവാക്യം എന്ന് പറയുമ്പോൾ ആ ശ്രുതി ബോധിപ്പിക്കുന്ന ആ തത്വം അത് തന്നെ ഗുരു ബോധിപ്പിക്കും. അവിടെയും പ്രാധാന്യം കൊടുക്കുന്നത് ശ്രുതിക്കാണ്. അതുകൊണ്ട് തന്നെ ഭാഷ്യത്തിൽ ഒരു സ്ഥലത്തും സ്വന്തം അനുഭവത്തെ പ്രമാണമാക്കി പറയുന്നുണ്ട് ഭാഷ്യകാരൻ. എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്, അതുകൊണ്ടിത് സത്യമാണ്, അത് ഒരിടത്തും പറയത്തില്ല. വേണ്ടി വന്നാൽ സർവരുടെ അനുഭവം എന്ന് പറയും. ഒരിക്കലും മറ്റൊരാളുടെ അനുഭവത്തെ അല്ലെങ്കിൽ മറ്റൊരു ഗുരുവിനെ ചൂണ്ടിക്കാണിക്കത്തുമില്ല, അതും പറയാറില്ല. അങ്ങനെ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ശ്രുതിയെ പരാമർശിക്കത്തേ ഉള്ളൂ. ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അല്ല പ്രത്യേകിച്ച് ഇന്ന ആള് ജ്ഞാനിയാണ്, അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനിയാവണമെന്നൊന്നും പറയത്തില്ല. എന്നുവെച്ചാൽ മറ്റൊരു വ്യക്തിയെയും പ്രമാണമാക്കത്തില്ല, സ്വന്തം അനുഭവത്തെയോ മറ്റൊരാളുടെ അനുഭവത്തെയോ പ്രമാണമാക്കുന്നില്ല. പിന്നെ ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ശ്രുതിയെ പ്രമാണമാക്കും. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാം എന്താണ് അയാൾ ജ്ഞാനിയാണ്, വേറെ ആൾക്ക് പറയാം അയാൾ അജ്ഞാനിയാണ്, അയാളെ ഞാൻ ജ്ഞാനിയായി അംഗീകരിക്കുന്നില്ല. അപ്പൊ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കാണും, ആരാധിക്കുന്നവരും തിരസ്കരിക്കുന്നവരും കാണും. അതുകൊണ്ട് ആചാര്യസ്വാമികൾ വളരെ ബുദ്ധിപൂർവമായിട്ട് എന്താണ്, തന്നെപ്പോലും ഒരു ദൃഷ്ടാന്തമായി എടുത്ത് കാണിക്കാതെ കേവലം ശ്രുതിയെ മാത്രം, ശ്രുതി പറയുന്നു അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക. ശ്രുതി എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണോ അത് പൂർവാചാര്യന്മാരുടെ അനുഭവമാണ്. പരമാർത്ഥത്തിൽ അത് തന്നെയാണ്. പക്ഷേ ആചാര്യസ്വാമികൾ അതിനങ്ങനെയല്ല പറയുന്നത്. അത് അനാദിസിദ്ധമാണ്, ഈശ്വരപ്രോക്തമാണ്. ആ ഈശ്വരൻ ആചാര്യന്മാരുടെ അന്ധകരണത്തിൽ അത് വെളിപ്പെടുത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആചാര്യസ്വാമികൾ അങ്ങനെയൊന്നും പറയത്തില്ല, അത് ഈശ്വരപ്രോക്തം. അങ്ങനെയുള്ള ശ്രുതി അതിനെ മുഖ്യമായ പ്രമാണമായി സ്വീകരിക്കുക, മറ്റൊന്നിനെയും പ്രമാണമായി സ്വീകരിക്കാതിരിക്കുക. ആ ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രുതി അങ്ങനെ ആത്യന്തികമായി ബോധിപ്പിക്കുന്നു, സൃഷ്ടിയെ സംഭവിച്ചിട്ടില്ല എന്ന് ബോധിപ്പിക്കുന്നു. ഉണ്ടായി അസത്താകുകയല്ല, ഉണ്ടായതൊന്നും പരമാർത്ഥമല്ല എന്നല്ല പറയുന്നു, ഉണ്ടായിട്ടേ ഇല്ല എന്ന് ബോധിപ്പിക്കുന്നു. എന്ന് പറയുമ്പോഴും അത് ആത്യന്തികമായി ബോധിപ്പിക്കുന്നതാണ്. ശ്രുതിയെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരാണ് ചോദിക്കുന്നത് സൃഷ്ടി പ്രതിപാദിക ശ്രുതി,
സൃഷ്ടിയെ പ്രതിപാദനം ചെയ്യുന്ന ശ്രുതിയും ഉണ്ടല്ലോ. അജാതവാദത്തെ എങ്ങനെ ശ്രുതിയിലൂടെ സമർത്ഥിക്കാൻ പറ്റും? പറയുന്ന വാക്യങ്ങളുണ്ട്. സാധു അന്യപര, അവിടെയാണ് മുഖ്യം. ഒറ്റ വാക്കിലാണ് കാര്യം പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രുതിവാക്യങ്ങളുണ്ട്, ഗുരുവാക്യങ്ങളുണ്ട്, ആചാര്യവാക്യങ്ങളുണ്ട്. അതിന്റെ താല്പര്യം എന്താണ്? പലപ്പോഴും ഇത്തരം വാക്യങ്ങൾ കേട്ടാൽ, ശ്രുതിവാക്യമായാലും ശരി ഗുരുവാക്യമായാലും ശരി, നമ്മൾ ഗ്രഹിക്കുന്നത് ആ വാക്യത്തിന്റെ താല്പര്യമായിരിക്കില്ല, അവന്റെ താല്പര്യമായിരിക്കും. അവിടെയാണ് തകരാറ് വരുന്നത്. സ്വന്തം താല്പര്യം ഗ്രഹിക്കും. അത് ശ്രുതിവാക്യത്തിലായാലും ഗുരുവാക്യത്തിലായാലും അങ്ങനെ. എന്നിട്ട് അന്ധമായി താൻ അതിൽ ശ്രദ്ധയുള്ളവനാണെന്ന് വിശ്വസിക്കും. താൻ അതിനെ പിന്തുടരുന്നവനാണെന്നും കരുതും. പൂർണ്ണമായ സമർപ്പിതമായ രീതിയിൽ താൻ ആ വാക്യത്തെ പരിപാലിക്കുന്നവനാണെന്ന് കരുതും. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായി തെറ്റായിരിക്കും പറ്റിയിരിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന മീമാംസകരാണ്, പൂർവ്വമീമാംസകർ. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്ന പല ദാർശനികന്മാരും അവർക്കെല്ലാം ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരാണെന്ത്? അവർ വേദത്തെ പൂർണ്ണമായി സ്വീകരിക്കും. നമ്മൾ ഗുരുവാക്യത്തെ സ്വീകരിക്കുന്നു, അതിനോട് യാതൊരു അനാദരവും കൂടാതെ സ്വീകരിക്കുന്നു. എന്നാൽ പൂർണ്ണമായും ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുന്നു, ഗ്രഹിച്ചതിനനുസരിച്ച് അതിനെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നു, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നു സാധു അന്യപര, നീ ധരിച്ചതല്ല അതിന്റെ താല്പര്യം ആണ് പറയുന്നത്. ശ്രുതിയുടെ താല്പര്യം എന്തോ അതല്ല നീ ധരിച്ചത്. അത് ധരിക്കുന്നതിനുള്ള പക്വത ഉണ്ടായില്ല. അപ്പോൾ ഗുരുവിന്റെ വാക്യത്തെ ധരിക്കുന്നതിനുള്ള ചിത്ത സംസ്കാരം അതില്ലാത്തവൻ ഞാൻ ഗുരുവിനെ അന്ധമായി അനുസരിക്കുന്നു എന്ന് കരുതുന്നതിന് ഒരു കഴമ്പുണ്ട്. ഞാൻ ശ്രുതിവാക്യത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ടാണ് എന്റെ സിദ്ധാന്തം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ലെന്നാണ്. അപ്പോൾ പൂർവാചാര്യന്മാരിൽ തന്നെ പലരും ആ ശ്രുതിയുടെ താല്പര്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അവരുടെ ആശയങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്ന് സംഭവിച്ചിട്ടുള്ളതാണ്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. വലിയ ഗുരുഭക്തിയുള്ളവരും ഗുരുമാർഗത്തിലായിരിക്കില്ല സഞ്ചരിക്കുന്നു. ഗുരുഭക്തി വേറെ, ഗുരുമാർഗത്തിലുള്ള സഞ്ചാരം വേറെ. വലിയ ഗുരുഭക്തിയുണ്ടെന്ന് സ്വയം കരുതുകയാണ്. വലിയ ഗുരുഭക്തിയുണ്ടെന്ന് വൃഥ അഭിമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഉത്തമന്മാരായ ശിഷ്യന്മാരാണെന്ന് സ്വയം ഭാവിക്കുകയാണ്. അങ്ങനെ ഭാവിക്കുന്നവർക്ക് പോലും ഗുരുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗുരുവിന്റെ താല്പര്യത്തെ അല്ല അവർ ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്നതല്ല ഗുരുവിന്റെ താല്പര്യം. ഗുരുവിന്റെ താല്പര്യം എന്താണോ ഇവിടെ പറയുന്നത്? സാധു അന്യപര. അതിന്റെ താല്പര്യം വേറെയായിരുന്നു. അത് ധരിക്കുന്നതിനുള്ള ചിത്തസംസ്കാരം തനിക്കില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ഗുരുവിന്റെ വാക്യത്തെ തന്റെ സംസ്കാരത്തിനനുസരിച്ച് പരിഭാഷപ്പെടുത്തി അവൻ ഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ മൂല്യത്തിന് ഒരുപാട് ച്യുതി സംഭവിക്കും. അതിന്റെ അർത്ഥവ്യാപ്തിക്ക് ഒരുപാട് സങ്കുചിതത്വം വരും. അതിനനുസരിച്ച് അവന്റെ വാക്കിനും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ പോരായ്മകൾ വരും. ഇപ്പൊ ഗുരുഭക്തി എന്ന് പറയുന്നത് വെറുതെ അഭിമാനമായി തീരും. ഈ ആചാര്യന്മാരുടെ വേദഭക്തി പോലെ. ഈ ദാർശനികന്മാരിൽ ഒട്ടുമിക്ക പേരും വലിയ വേദഭക്തന്മാരാണ്. ന്യായവൈശേഷിക ദർശനത്തിന്
ആചാര്യന്മാര് പലരും അവരുടെ ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന വേദരക്ഷയാണ്. വേദത്തെ രക്ഷിക്കും. ആ വേദരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ വലിയ വലിയ വാഗ്യുദ്ധങ്ങൾ, വാക്കുകൊണ്ടുള്ള യുദ്ധം നടത്തിയിട്ടുണ്ട്, വേദത്തെ അംഗീകരിക്കാത്തവരുമായിട്ട്. അതാണ് നമ്മുടെ ദർശനങ്ങളെന്ന് പറയുന്നത്. വാഗ്യുദ്ധങ്ങളാണ്. അവർക്ക് വേദത്തെ രക്ഷിക്കണം എന്ത് വില കൊടുത്തു. പക്ഷെ അങ്ങനെ വേദരക്ഷയെ വ്രതമായിട്ടെടുത്തിട്ടുള്ളവർക്ക് പോലും വേദ താല്പര്യം മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. അതുതന്നെയാണ് എപ്പോഴും ശിഷ്യന്മാർക്കെല്ലാം സംഭവിക്കുന്നത്. ഗുരുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും ഗുരുവിന്റെ വാക്കുകളുടെ താല്പര്യം മനസ്സിലാകത്തില്ല. പഴയ ആചാര്യന്മാർക്ക് പറ്റിയതുപോലെ അവർ കരുതുന്നത് നമ്മൾ ഗുരു സമ്പ്രദായത്തെ നിലനിർത്താൻ, ഗുരുവിന്റെ വാക്കുകളെ സംരക്ഷിക്കാൻ ജീവിതം സമർപ്പിച്ചവരെന്നാണ്. പക്ഷെ കാര്യം മനസ്സിലാകാതെ ആയിരിക്കും അവരുടെ അധ്വാനം മുഴുവൻ. കാരണം അത് മുഖ്യമായി ചിത്തസംസ്കാരത്തെ അപേക്ഷിക്കുന്നു. സാധാരണ എല്ലാവരും ചോദിക്കും, പറയും, എല്ലാം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അങ്ങ് സംഭവിക്കത്തില്ലേ? പറയുന്നുണ്ട് വേദത്തിന്റെ അനുഗ്രഹം വേണമെന്ന് പറയും. വേദത്തിന്റെ പൊരുൾ ഉള്ളിൽ വളങ്ങണമെങ്കിൽ വേദത്തിന്റെ അനുഗ്രഹം വേണമെന്ന് പറയും, ശ്രുതിയുടെ അനുഗ്രഹം. അതൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരുവന്റെ ഉള്ളിൽ തെളിയണമെങ്കിലും അവൻ അതിന്റെ സംസ്കാരം വേണം. ചോദിക്കും, ആ സംസ്കാരം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകത്തില്ലേ എന്ന് ചോദിക്കും. തീർച്ചയായും ഉണ്ടാവും. പക്ഷെ അത് അവന്റെ പ്രയത്നത്തെ അപേക്ഷിക്കും. അലസന്മാർക്ക് സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുകയല്ല ഗുരുക്കന്മാരുടെ പണി. അപ്പോ അവന്റെ പ്രയത്നത്തെ അപേക്ഷിച്ചാണ് ഗുരുവിന്റെ അനുഗ്രഹം വരുന്നത്. അപ്പൊ ഇത് പരസ്പര അപേക്ഷിക്കുന്നു, സാപേക്ഷമാണെന്ന് പറയും. പക്ഷേ അവന്റെ പ്രയത്നം മുഖ്യമാണ്, അവന്റെ ചിത്ത സംസ്കാരമാണ് ഇതിന് മുഖ്യം. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുക്കന്മാരെന്ത് ചെയ്യുന്നു, ഉത്തമമായതെല്ലാം സത്പാത്രങ്ങളിലെ നിക്ഷേപിക്കത്തുള്ളൂ എന്ന് പറയുന്നു. സത്പാത്രങ്ങളല്ലെങ്കിലോ അവർക്ക് പറ്റിയത് അവിടെ കൊടുക്കും. ഉത്തമമായത് സത്പാത്രങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് പറയും. അതല്ല ഇവിടെയും കഴിഞ്ഞ പറഞ്ഞത്. ഉത്തമമായ അധികാരി, മധ്യമൻ, കനിഷ്ഠാധികാരി എന്നിങ്ങനെ വേർതിരിച്ചത്. ശ്രുതിയും അങ്ങനെ വേർതിരിക്കുന്നുണ്ട്. സ്വന്തം അധികാരിത്വമാണ് മുഖ്യം. അതനുസരിച്ചാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ആ അധികാരിത്വത്തിനും ഈശ്വരാനുഗ്രഹം അനിവാര്യമാണെങ്കിലും ഏറെക്കുറെ പ്രയത്നത്തെ അപേക്ഷിക്കും. അതെന്തുകൊണ്ടാണ്? ഈശ്വരൻ തന്നെ എല്ലാം ചെയ്താൽ പോരെ. സ്വപ്രയത്നം അതിന്റെ നിയമം ചെയ്തിരിക്കുന്നു ഈശ്വരൻ തന്നെ. അതിനെ നിയമിച്ചിരിക്കുന്നു. അതും ഈശ്വര സങ്കല്പത്തിലുള്ളത് തന്നെ. നമ്മൾ കരുതിയിരിക്കുന്ന എന്താണ്? ഈശ്വര അനുഗ്രഹം മാത്രമാണ് ഈശ്വര സങ്കല്പത്തിലുള്ളതെന്നാണ്. പൗരുഷവും ഈശ്വര സങ്കല്പത്തിലുള്ളതാണ്. കാരണം ജീവന്മാരിൽ പൗരുഷം എന്ന് പറയുന്ന ഒരു ഗുണം, പൗരുഷം എന്ന് പറഞ്ഞാൽ പ്രയത്നശേഷിയാണ്. പുരുഷന്മാരിലിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലുള്ള സ്ത്രീകളിലുള്ളതാണ്. യതിത്വം എന്ന് പറയും. ആ യതിത്വം എന്ന് പറയുന്നത് ജീവന്മാരിൽ, അല്ലെങ്കിൽ പൗരുഷം എന്ന് പറയുന്നത് ജീവന്മാരിൽ അർപ്പിതമായിരിക്കുന്നത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ്. അതിന് സഹായകമായിട്ട് ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് ഈശ്വരാനുഗ്രഹവും വരുന്നു. ഇത് രണ്ടും ഒത്തുചേർന്നു. യതിത്വവും വരണം, ഈശ്വരാനുഗ്രഹവും വരണം. ഇത് രണ്ടും ഒരുവനിൽ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ അവന് താല്പര്യം ഗ്രഹിക്കാൻ പറ്റൂ.
അതുകൊണ്ട് പറയുന്നു ഋഷിമാര് പോലും താല്പര്യം ഗ്രഹിച്ചിടത്ത് പിശകിയിട്ടുണ്ട്. സാത്തു അന്യപര, അതിന്റെ താല്പര്യം വേറെയാണ്. അതുകൊണ്ട് സ്വന്തം അന്ധത കൊണ്ടാണ് ഇതിന്റെ താല്പര്യം ഗ്രഹിക്കേണ്ടത്, ഗുരുവാക്യത്തെ ഗ്രഹിക്കേണ്ടത്, ഗുരുവിനെ പിന്തുടരേണ്ടത്, ഗുരുമാർഗത്തിൽ സഞ്ചരിക്കേണ്ടത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അന്ധത തന്നെയാണ്. അതിന് വേറെ ഭാഷയൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി വരുന്ന എന്താണ്? അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുക, ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കുക. അതുകൊണ്ട് വാദങ്ങളും വിവാദങ്ങളും ഇതെല്ലാം നിൽക്കുന്നത് സത്യം ഇന്നതാണെന്ന് ശ്രുതി ബോധിപ്പിച്ചിട്ടും ഗുരുക്കന്മാര് ബോധിപ്പിച്ചിട്ടും ഈ വാദവിവാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ആ ശ്രോതാക്കളിലിരിക്കുന്ന അന്ധതയുടെ താരതമ്യം കൊണ്ട്, അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ട്. ആ അന്ധത കുറയുന്നതിനനുസരിച്ച് ഇത് പ്രകാശിക്കും, തത്വം പ്രകാശിക്കും. അതുകൊണ്ട് പറയുന്നു, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, അതിന്റെ താല്പര്യം വരെയാണ് നീ ഗ്രഹിച്ചതുപോലെ. ഇതിന്റെ താല്പര്യത്തെ രണ്ടു തരത്തിലാണ് ഗ്രഹിക്കുന്നത്. ഒന്ന് ഗ്രഹിക്കുന്നത് ക്രമമായിട്ട്, ക്രമികമായി ഗ്രഹിക്കുന്നു. അതിനാണ് പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. സാങ്കേതിക ഭാഷയിൽ പരോക്ഷജ്ഞാനം എന്ന് പറയും. പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതാണ്, ക്രമമായിട്ടേ സംഭവിക്കത്തുള്ളൂ. ആ പരോക്ഷജ്ഞാനം ആണ് എല്ലാത്തിനെയും അപേക്ഷിക്കുന്നത്. ഗുരുവിന്റെ അനുഗ്രഹത്തെ, ഈശ്വരന്റെ അനുഗ്രഹത്തെ, സ്വന്തം അന്ധക്കരണ ശുദ്ധിയെ, സ്വന്തം യതിത്വം, പ്രയത്നശേഷി, ഇത്തരം നിരവധി കാര്യങ്ങളെ ആശ്രയിച്ച്, കാലം, ദേശം, അധിഷ്ഠം, ഇതിനെല്ലാം ആശ്രയിക്കുന്നു പരോക്ഷജ്ഞാനം. അത് ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ വീഴത്തുമില്ല, ക്രമികമായിട്ടേ സംഭവിക്കത്തുള്ളൂ. ഒരുവൻ എത്രമാത്രം അവന്റെ യോഗ്യതയെ സഞ്ചയിക്കുന്നു അതിനനുസരിച്ച് അവന്റെ പരോക്ഷജ്ഞാനം വികസിച്ചു വരും. അതാണ് പരോക്ഷജ്ഞാനത്തിന്റെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമായും സാധന ചതുഷ്ടയ സമ്പത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്. യോഗ്യതകൾ അതിനാണ് ആശ്രയിക്കുന്നത്. അപ്പോ ഇവിടെ പറയും, ഇനിയും ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഭാഷ്യകാരൻ പലയിടത്തും പറയും, മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഈ ശ്രുതി മുമ്പ് പറഞ്ഞ ശ്രുതിയാണ്. നമ്മളിവിടെ തന്നെ ഈ ഭാഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാം, ഒരേ ശ്രുതിവാക്യത്തിൽ തന്നെ എത്രയോ തവണ ആവർത്തിക്കുന്നുണ്ട്. ഒരേ തരത്തിലുള്ള യുക്തികളെ തന്നെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയും, ജ്ഞാനദാർഢ്യത്തിന് വേണ്ടി, ഈ പരോക്ഷജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടി. കാരണം അറിവ് ഒരു ഭാഗത്ത് നിന്ന് ആർജിച്ചു വരുമ്പോൾ വേറൊരു ഭാഗത്ത് വിപരീതമായി മറവി സംഭവിച്ചുകൊണ്ടിരിക്കുക. അറിയുന്നത് മറന്നുപോകാം, അതൊന്ന് സംഭവിക്കാം. വീണ്ടും വിപരീത ബുദ്ധികൾ വരാം. ഇതെല്ലാം അറിവ് ആർജിക്കുന്നതിനോടൊപ്പം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ പരിഹരിക്കും. ഇതിനെല്ലാം പരിഹരിക്കുന്നതിന് ഇവിടെ ആചാര്യസ്വാമിയോട് പറയുന്നത് ആവർത്തിക്കുക. ആവർത്തനം കൊണ്ട് സാധ്യമാകും. ആവർത്തനത്തിലൂടെ എന്ത് വരുന്നു? ആ ശ്രുതിയുടെ താല്പര്യം എന്താണെന്ന് വ്യക്തമായി വരും. ശ്രുതി ബോധിപ്പിക്കുന്ന പരമാർത്ഥം എന്താണെന്ന് അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. ഇത് ഒരു രീതി. അതിന് ഒരു ഉദാഹരണം പറയും. എന്താണ്? ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യപ്രകാശം കൊണ്ട് ആ മഞ്ഞ് ഉരുകി മാറുന്നു. പ്രകൃതി അവിടെ പ്രകാശിക്കുന്നു, തെളിയുന്നു. ഇതിന് സമമായി
ഉള്ളിലുള്ള ദോഷങ്ങളെല്ലാം മാറി ഗുരുപദേശത്തിന്റെ താല്പര്യം, ശ്രുതിയുടെ താല്പര്യം ഉള്ളിൽ പ്രകാശിക്കുന്നതാണ്. അത് ക്രമമായിട്ടേ സംഭവിക്കത്തുള്ളൂ. ഒരിക്കലും അത് ഒരു ക്ഷണത്തിൽ സകൃത് എന്ന് പറയും, യുഗപത് ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയും. ഇതാണ് ഒരു രീതി. നമ്മുടെ അനുഭവത്തിൽ നോക്കിയാലും അങ്ങനെയാണ്. താല്പര്യപൂർവ്വം ഈ കാര്യങ്ങളിൽ പരിശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണോ ഉള്ളിലെ ബോധം തെളിഞ്ഞു വരുന്നു. ക്രമമായി അത് സംശയങ്ങളെ ദൂരീകരിക്കുന്നു, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു, ഉള്ളിൽ ആത്മബോധം പ്രകാശിക്കുന്നു എന്ന് വരും. ഇങ്ങനെ ഇത് സംഭവിക്കും. ഇതാണ് ഒരു രീതി, പരോക്ഷമായ ജ്ഞാനത്തിന്റെ രീതി. പക്ഷെ ഇതൊരു പൂർണ്ണമായ അനുഭവ നില എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്തരം ജ്ഞാനത്തെ ആർജിക്കുന്നവനും വീണ്ടും വീഴ്ച സംഭവിക്കുന്നു, വീണ്ടും വിസ്മൃതി സംഭവിക്കുന്നു, വീണ്ടും അവൻ സംസാരത്തിൽ പെട്ടുപോകുന്നു, വീണ്ടും അവനെ മായ തനിക്ക് അധീനമാക്കുന്നു. ഇതെല്ലാം സംഭവിക്കും. ഇതിന് ഒറ്റ രേഖീയമായൊരു മുന്നേറ്റം അങ്ങനെയില്ല. ഇത് വക്രഗതിയാണ് പരോക്ഷ ജ്ഞാനത്തിൽ. ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക, അത് ആരിലും സംഭവിക്കത്തില്ല. കാരണം ഓടുന്നവൻ തളർന്നു പോകാറുണ്ടല്ലോ, പരിശ്രമിക്കുന്നവന് വിശ്രമം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് രേഖീയഗതിയില്ല പരോക്ഷ ജ്ഞാന സമ്പാദനത്തിൽ. എന്നുവെച്ചാൽ വക്രഗതിയാണ്. നേരെ പോകാൻ പറ്റത്തില്ല, വളഞ്ഞും വളഞ്ഞുമൊക്കെ പോകും, സംഭവിച്ചു പോകും. അതിന്റെ സ്വഭാവമാണ്, മായയുടെ ശക്തിയാണ്. അത് കീഴ്പ്പെടുത്താതെ ആർക്കും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതിന് വശപ്പെടാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. വെറുതെ കേവല അഭിമാനത്തിൽ പറയും ഞാൻ ഇതിനെല്ലാം അതീതനാണെന്ന്. അതാർക്കും സാധ്യമല്ല. അതൊക്കെ വീൺവാക്കുകളാണ്. മുന്നോട്ട് പോകുന്നവർക്കെല്ലാം പതനവും സംഭവിക്കും. പതനം സംഭവിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും. എന്നുവെച്ചാൽ ഒരാൾ ആ പ്രകാശത്തെ ആർജിക്കുന്നതിനിടയ്ക്ക് തന്നെ അവനതിന്റെ മങ്ങലും അനുഭവപ്പെടും. നമുക്ക് അനുഭവപ്പെടാൻ എന്താണ്? നമ്മുടെ മനസ്സൊന്നും ഒരുപോലെ ഇരിക്കത്തില്ല. മനസ്സിന്റെ ഭാവങ്ങളെല്ലാം മാറി മാറി വരുന്നതായിട്ട് സ്വയം അനുഭവപ്പെടാം. മനസ്സ് വിക്ഷിപ്തമാകുന്നതും ഏകാഗ്രമാകുന്നതും ഒക്കെ സ്വന്തം അനുഭവമാണ്. അപ്പോൾ സ്വാനുഭവത്തിനെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത് വ്യക്തമായ കാര്യമാണ്. പരോക്ഷ ജ്ഞാനസമ്പാദനം അത് ക്ലേശകരമാണ്. അത് പക്ഷേ ക്രമികമായി പുരോഗമിക്കുന്നതുമാണ്. അതിനൊരു പുരോഗതി തീർച്ചയായും സംഭവിക്കുന്നു. ഇത് ഒരു രീതി. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് രീതിയുണ്ടെന്ന് ജ്ഞാനത്തിന്റെ. ഇവിടെയാണ് നമ്മൾ ഈ ദോഷങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഈ മാർഗത്തിലാണ് ഈ ആചാര്യന്മാർക്ക് പോലും പെശക് പറ്റിയിരിക്കുന്നത്. അതിനാണ് ഇവിടെ പറഞ്ഞത് ശ്രുതിയുടെ താല്പര്യത്തെ അവർ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? അപരോക്ഷജ്ഞാനം. അപരോക്ഷജ്ഞാനം നിരപേക്ഷമാണ് എന്ന് പറയുന്നു. നിരപേക്ഷം എന്ന് പറഞ്ഞാൽ പരമമായ ശ്രുതിയെപ്പോലും അത് ആശ്രയിക്കുന്നില്ലെന്നാണ് ആത്യന്തികം. ഒന്നിനെയും അത് ആശ്രയിക്കുന്നില്ല. അത് സ്വയം പ്രകാശിക്കുന്നു എന്നല്ല, അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. പരോക്ഷജ്ഞാനത്തിന് പല പ്രക്രിയകളുണ്ട്. വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രക്രിയകളുണ്ട്, രീതികളുണ്ടെന്ന് പറയാം. രീതി വിധാനങ്ങളെന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞു. അത് പരോക്ഷജ്ഞാനത്തിനുണ്ട്. അപരോക്ഷജ്ഞാനം അങ്ങനെയല്ല, നിരപേക്ഷമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നല്ലാതെ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതിന് ഒറ്റ സമാധാനം എന്താണ്? അവിടെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവേശനമില്ല. മനസ്സിലൂടെ മനനത്തിലൂടെ ആർജിക്കുന്ന ജ്ഞാനമല്ല.
മനസ്സും മനനവും അറ്റാലും പ്രകാശിക്കുന്ന ജ്ഞാനമാണ്. അവിടെയാണ് ധരിക്കുന്നത് എന്താണ്? നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് യതിത്വം എന്ന് പറഞ്ഞത്. പരോക്ഷ ജ്ഞാനത്തിന് പരിശ്രമിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജ്ഞാനത്തിന് വേണ്ടി മനനം ചെയ്യുന്നു, ശ്രവണം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, എല്ലാം ജ്ഞാനത്തിന് വേണ്ടി ചെയ്യുന്നു. ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഫലമായി വരുന്ന ജ്ഞാനം എന്നും പരോക്ഷമായിട്ടേ ഇരിക്കത്തുള്ളൂ. അപരോക്ഷമായ ജ്ഞാനം അത് ഈ ഒരു പരിശ്രമത്തെ അപേക്ഷിക്കുന്നു. ആണ് ആചാര്യസ്വാമികൾ പറയുന്നത് കർമ്മം കൊണ്ട് അത് സാധ്യമല്ല. എന്ന് പറയുന്നു. അതിന് ഹേതുവായിട്ട് ഒന്നിനെയും പറയാനില്ല. സ്വയം പ്രകാശിക്കുന്നുവെന്ന് മാത്രമേ അദ്വൈതിയുടെ ഭാഷയിൽ പറയാൻ പറ്റൂ. ഈശ്വരാനുഗ്രഹമില്ലേ എന്ന് ചിലർ ചോദിക്കും. ഈശ്വരാനുഗ്രഹം ഒന്നിനും നിഷേധിക്കാൻ വയ്യ. പക്ഷേ അവിടെ അപരോക്ഷ നിലയിൽ ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദമില്ല. പിന്നെ ഈശ്വരാനുഗ്രഹം എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നില്ല. എവിടെയാണോ ഈ ജീവ ഈശ്വര ഭേദം നിലനിൽക്കുന്നത് അതുവരെ ഈശ്വരാനുഗ്രഹമാണ്. അവിടെ ആ അനുഗ്രഹം ഈശ്വരനിൽ നിന്ന് വേറെയല്ല. അതുകൊണ്ടാണ് ഈശ്വരാനുഗ്രഹത്തിന്റെ നിഷേധമല്ല അത്. അവിടെ ഈശ്വരാനുഗ്രഹത്തെ ഈശ്വരനിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. അത് നിരപേക്ഷമായ ജ്ഞാനമാണ്. അതാണ് രണ്ടാമത്തത്. പരമാർത്ഥമായ നില അതാണ്. അതുകൊണ്ടാണ് എന്നെ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. അത് വന്നു ചേരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഭാഷയിൽ പറഞ്ഞാൽ എന്തുവരും അത് സംഭവിക്കുന്നതെന്നേ പറയാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ സാധാരണ പറയുന്നത്. എന്താണ്? മഹാത്മാക്കൾക്ക് ജ്ഞാനോദയം ഉണ്ടായി, ബോധോദയം ഉണ്ടായി എന്നെല്ലാം നമ്മൾ പറയുന്ന അതാണ്. അത് ജ്ഞാനത്തിന്റെ അവസാനത്തെ നില. അതിനപ്പുറം നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രുതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ്. അങ്ങനെ ഒരു നിരപേക്ഷമായ നിലയെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കുന്ന ഒന്നിനെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശ്രുതിക്ക് പ്രാമാണ്യം കൽപ്പിച്ചതെന്നാണ് മുഖ്യപ്രമാണം. ശ്രുതി എന്തുകൊണ്ട് മുഖ്യ പ്രമാണമായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. എന്തുകൊണ്ട് അനുഭവത്തെ പ്രമാണമാക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പരമമായ അനുഭവത്തെ ഒരു പ്രമാണമായി നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എന്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ അനുഭവത്തെ നീ പിന്തുടരുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? ആ അനുഭവം വാക്കിനും മനസ്സിനും അപ്പുറമാണ്. അത് നിരപേക്ഷമായ അനുഭവമാണ്. അത് നിരാശ്രയമായ ഒന്നാണ്. അതിനെ എങ്ങനെ ഒരു പ്രമാണമായിട്ടെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. ആണ് രണ്ടാമത് പറഞ്ഞ ജ്ഞാനത്തിന്റെ നില. അതുകൊണ്ട് തന്റെ അനുഭവം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അനുഭവത്തെ അല്ല ആചാര്യസ്വാമികളെ ചൂണ്ടിക്കാണിക്കുന്നു, കുറച്ച് ശ്രുതിയെ കാണിക്കുന്നു. അത് നമുക്ക് ഗ്രഹിക്കാവുന്ന തലമാണ്. എന്നുവെച്ചാൽ നമ്മുടെ പരോക്ഷമായ ജ്ഞാനസമ്പാദനത്തിന്റെ ഉപായമാണ്. ആ പരോക്ഷമായ ജ്ഞാനത്തിന്റെ വിശദീകരണങ്ങളാണ് അതിനകത്തുള്ളത്. ആ പരോക്ഷമായ ജ്ഞാനങ്ങളെ നമുക്കത് ഉപയോഗിച്ച് വിശകലനം ചെയ്യാം, മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. ഒന്ന് പറയും എന്താണ് ശ്രുതിയിലൂടെ അതിനെ ആർജിക്കണം. വേറെടുത്ത് പറയുന്നത് എന്താണ് വേദം അല്ലെങ്കിൽ ശാസ്ത്രം എല്ലാം അവിടെ നിഷ്പ്രയോജനമാണ്. ഇതിലൂടെയൊന്നും ഇതൊന്നും അറിയാനൊക്കത്തില്ല. ശാസ്ത്രം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ.
അത് ആ പരമമായ തലത്തിൽ നിന്നുകൊണ്ടാണ്, ആ പരമമായ തലത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണ്? ശ്രുതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുക. ആധുനികന്മാരായ പല ചിന്തകന്മാർക്കും ഇതിന്റെ ഈ ശ്രുതിയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ ശ്രുതിയുടെ പ്രാധാന്യത്തെ പറയാതെ ഈ തത്വചിന്തയെക്കുറിച്ച് പ്രസംഗിക്കും. അവർ പറയുന്നത് എന്താണ്? എന്റെ അനുഭവം ഇതാണ്, നിങ്ങളും അതിനെ പിന്തുടർന്നോളുക എന്നാണ്. അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ അനുഭവം എന്ന് പറയുന്നത് എന്റെ വാക്കിനും മനസ്സിനും എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അതെനിക്കുണ്ടായതുപോലെ മറ്റൊരാൾക്കുണ്ടാവണമെന്നില്ല. ആ ഒരു അനുഭവത്തെ മറ്റൊരാൾ നിർബന്ധപൂർവം വിശ്വസിക്കേണ്ടി വരും, അന്ധമായി അതിനെ അംഗീകരിക്കേണ്ടി വരും. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകാം. ലൗകികമോ അലൗകികവുമായ അനുഭവങ്ങളുണ്ടാകാം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതോ അതീന്ദ്രിയമായ അനുഭവങ്ങളോ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ഇവിടെ ആചാര്യസ്വാമികൾ അതിനെയൊന്നും നിങ്ങൾക്കൊരു മാർഗ നിദർശനമായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രുതിയെ സ്വീകരിക്കുക. ആ വാക്കുകളെ സ്വീകരിക്കുക, അതിനനുസരിച്ച് പോവുക. അന്തിമമായി ആ സത്യം നിങ്ങൾക്ക് വെളിപ്പെടും. അതാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങളതിനാദ്യം പരോക്ഷമായി ഗ്രഹിക്കണം. നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അതിനെ ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ അതിന്റെ ശരിയായ താല്പര്യത്തെ തന്നെ ഗ്രഹിക്കണം. ഇതുവരെ നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് എന്താണ്? അന്യപര, മറ്റെന്തോ താല്പര്യങ്ങളൊക്കെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദത്തിൽ പറയുന്നതിന്റെ സൃഷ്ടിയെക്കുറിച്ച് എന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കണം. എന്താ പറഞ്ഞത്? മുമ്പും പറഞ്ഞതാണ് ഇക്കാര്യം. വേറൊരു ഭാഷയിൽ പറഞ്ഞു, പക്ഷെ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്രയും വിശദീകരിക്കേണ്ടി വന്നത്. ആണ് ഭാഷകാരൻ പറയുന്നത് ഉപായസ്വ അവതാരായ ഇത്യവോചാമ. ഇക്കാര്യമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം പല രീതിയിൽ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. പറഞ്ഞു പറഞ്ഞ് ഞാൻ കിളവനായി. ഇതിങ്ങനെ ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ എന്താ പ്രത്യേകത? അതുകൊണ്ട് പറയുന്നു ഉപായസ്വ അവതാരായ ഇതി അവോചാമ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആത്യന്തികമായി ആത്മബോധത്തെ, പരമമായ തത്വത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിയെക്കുറിച്ച് പോലും പറയുന്നത്. സൃഷ്ടിയുടെ വൈചിത്ര്യത്തെ ബോധിപ്പിക്കാനോ ആ പരമാർത്ഥത്തിൽ നിന്ന് വിട്ടുള്ള സൃഷ്ടിയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താനോ ഒന്നുമല്ല. എങ്ങനെ സൃഷ്ടി ഉണ്ടായി, ഇതെങ്ങനെ നശിക്കും, സൃഷ്ടിയുടെ നാനാത്വത്തെ ഇത്തരത്തിലുള്ള ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അവതാരായ, നേരത്തെ പറഞ്ഞ കാരികയിൽ വന്നു ഉപായസ്വ അവതാരായ. അവിടെ ഈ കാര്യം താൻ വിശദീകരിച്ചതാണ്. വീണ്ടും നിങ്ങളുടെ മനസ്സിൽ സംശയിക്കുന്നു എന്നാണ്. ഇദാനീം ഉക്തേപി പരിഹാരേ പുനഃശ്ചോദ്യ പരിഹാരോ വിവക്ഷിതാർത്ഥം പ്രതി സൃഷ്ടിശ്രുതി അക്ഷരാണ ആനുലോമ്യ വിരോധ ആശങ്ക മാത്ര പരിഹാരാർത്ഥോ. ഉക്തേപി പരിഹാരേ പുനഃശ്ചോദ്യ പരിഹാരം. എല്ലാ സമാധാനങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഭാഷ്യകാരൻ തന്നെ എന്താണ്, എത്ര വിസ്തൃതമായ ഭാഷ്യമാണ് രചിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യ ആയുസ് കൊണ്ട് നമുക്ക് ചിന്തിച്ച് തീരാൻ വയ്യാത്തത്ര വിപുലമായിട്ടാണ് ഭാഷ്യം രചിച്ചിരിക്കുന്നത്. അമാനുഷനായ ഒരാൾക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പേജ് കണക്കിൽ എഴുതി വിടാൻ ആർക്കും പറ്റും. പക്ഷെ ഇത്രയും തത്വചിന്താപരമായി ആത്മനിഷ്ഠാപരമായി ഈ തത്വത്തെ വെളിപ്പെടുത്താൻ അമാനുഷനായ ഒരാളിനെ പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങളും പരിഹാരങ്ങളും എല്ലാം പലതവണ ആവർത്തിക്കുകയും പരിഹരിക്കുകയും ചെയ്യും.
എന്നാലും വീണ്ടും വരുന്ന ചോദ്യങ്ങളും പരിഹാരങ്ങളും പറയേണ്ടി വരുന്നു. ഇവിടെ എന്തിനു വേണ്ടി പറഞ്ഞു? വിവക്ഷിതാർത്ഥം പ്രതി. ഇവിടെ പറഞ്ഞല്ലോ, ഈ പരോക്ഷ ജ്ഞാനത്തിന് പല പ്രക്രിയകളും, പല രീതിയിൽ ഈ തത്വത്തെ നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു, ജലാൽക്കാരുമായി അവിടെ ഇരുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അജാതം, അജാതി, രണ്ടു രീതിയിലും പറയാം. പരമാർത്ഥത്തിൽ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടേ. പരമാർത്ഥത്തിലെന്ന് വെച്ചാൽ ആ പരമാർത്ഥമായ സത്യവസ്തുവിന്റെ തലത്തിൽ അസത്യമായിട്ടൊന്നും തന്നെ. സത്യത്തിലെങ്ങനെ അസത്യമിരിക്കും? പൂർണ്ണപ്രകാശത്തിലെങ്ങനെ അന്ധകാരം നിലനിൽക്കും? ഇതൊരിക്കലും സാധ്യമല്ല. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അജാതം, അജാതവാദം എന്ന് പറയുന്നതാണ്. അല്ല സാധാരണ നമ്മുടെ ഭാഷയിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലല്ല. പാരമാർത്ഥികമായൊരു തലമുണ്ട്. നമ്മുടെ വാക്കും മനസ്സും ഒന്നും കടന്നു ചെല്ലാത്തിടത്ത് അവിടെ ഈ വാക്കിന്റെയും മനസ്സിന്റെയും എല്ലാം സൃഷ്ടി അവിടെ എങ്ങനെ നിലനിൽക്കും? അതാണ് അജാതം എന്ന് പറയുന്നത്. അല്ല നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചം ഇതിന് ഉത്പത്തിനാശങ്ങളില്ലെന്നുള്ളതല്ല നമ്മൾ ധരിക്കും പോലെ. അങ്ങനെ പറഞ്ഞാൽ അത് പരമപഠിതമായി പോകും. ഇതാണോ പറയുന്നത്? ഇത്രയും കട്ടിയുള്ള പാറ എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഇതുണ്ടായിട്ടില്ല, ഇത് മിഥ്യയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഹിമാലയ പർവ്വതം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? അത് കാണുന്നതല്ലേ എന്ന് ചോദിക്കും സാധാരണഗതി. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അജാതത്തെ പറയുന്ന ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടിയുടെ നൈരന്തര്യം, നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രപഞ്ചത്തെ. അറിയുമല്ലോ, തുര്യന്റെ ചിത്തസ്പന്ദനമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. തുര്യന്റെ ചിത്തസ്പന്ദനമാണ് ജീവന്റെ പ്രതീതി. രണ്ടും ഒന്നാണ്. തുര്യനിൽ സ്പന്ദനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനിൽ അത് പ്രതീതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ജീവപ്രതീതി നടന്നുകൊണ്ടിരിക്കുന്ന ഈ തലത്തിൽ ഇതൊക്കെ അസംബന്ധമെന്നല്ല പറയുന്നു. ഇതൊന്നും നിലനിൽക്കുന്നില്ലെന്നല്ല പറയുന്നു. അങ്ങനെ ധരിക്കരുത് ഒരിക്കലും. ഈ ജീവപ്രതീതിക്ക് അതീതമായൊരു പാരമാർത്ഥിക തലമുണ്ട്. മനസ്സുകൊണ്ടെങ്കിലും സങ്കല്പിച്ചു നോക്കുക. ആ പാരമാർത്ഥിക തലത്തിൽ അജാതം, അതാണ് പറയുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമ്മുടെ നിലയിലേക്ക് ഈ തത്വത്തെ, ഈ ആശയത്തെ വലിച്ചു താഴ്ത്തി നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കത്തില്ല, നമ്മുടെ അനുഭവത്തിനും നിരക്കത്തില്ല. അത് ഭാഷ്യകാരൻ പറഞ്ഞ പോലെ ശ്രുതിയുടെ താല്പര്യമായിരിക്കത്തില്ല. അപ്പൊ ആ നിലയെന്ന് പറഞ്ഞല്ലോ, ഏതാണത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനത്തിന് രണ്ട് നിലയുണ്ട്. പരോക്ഷമായൊരു നില, അപരോക്ഷമായ നിരപേക്ഷമായ നില. ആ നിരപേക്ഷമായ നിലയിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് അജാതവാദം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന പല യുക്തികളും പറയും. ആ യുക്തികൾ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. യുക്തികൾ ആത്യന്തികമായിട്ട് എന്താണ്? അതൊരു മനോവിനോദം മാത്രമാണ്. മനസ്സിനൊരു ഉല്ലാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ തത്വഗ്രഹണത്തിന്റെ അനായാസതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതികവിഞ്ഞതിന് പ്രാധാന്യമില്ല, പ്രാമാണ്യമില്ല. കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നണം, മനസ്സിലാകുമ്പോൾ ഒരു രസം തോന്നണം. അത്രയേ ഉള്ളൂ അതിന്റെ പ്രയോജനം. അതിനു വേണ്ടിയിട്ട് പുനഃചോദ്യ പരിഹാരവും, വീണ്ടും ചോദ്യങ്ങൾ, വീണ്ടും പരിഹാരവും. വിവക്ഷിതാർത്ഥം പ്രതി പറഞ്ഞല്ലോ, ആ പരമാർത്ഥത്തിൽ അജാതം, അജാതി, അതിന്
സൃഷ്ടിശ്രുതി അക്ഷരാണാം ആനുലോമ്യ വിരോധ ആശങ്ക മാത്ര പരിഹാരാർത്ഥവും. അതിൽ വരുന്ന ഈ സൃഷ്ടിശ്രുതി അക്ഷരങ്ങൾ, സൃഷ്ടിശ്രുതികളെ കുറിച്ച് മുമ്പും പല ശ്രുതികളും പറഞ്ഞു. തത്സൃഷ്ടുവാ തദേവാനുപ്രാവശ്യ, ആ മഹത്തായ ഭൂതത്തിന്റെ നിശ്വാസമാണിതെല്ലാം. ഇങ്ങനെ പലതരത്തിലും പറയുന്നു. തത്തേജോ അസൃജത, അവൻ തേജസ്സിനെ സൃഷ്ടിച്ചു, ആകാശത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഒരു തരത്തിൽ അവ്യവസ്ഥമായ രീതിയിൽ ആണ് ശ്രുതി ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു നിലയൊന്നുമില്ല. കാരണം സൃഷ്ടി മായാകാര്യമാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നുള്ള രീതിയിലാണ് സൃഷ്ടിശ്രുതി. അതിനാണ് ഇവിടെ സൃഷ്ടിശ്രുതി അക്ഷരങ്ങളെന്ന് പറയുന്നത്. അതിന്റെ ഒരു ക്രമം. അതിൽ വരുന്ന ഈ ലൗകികമായ ശങ്കകൾ, സൃഷ്ടി ലൗകികമായ ഒരു കാര്യമാണ്. അതിൽ നമുക്ക് തോന്നാവുന്ന യുക്തി ഭംഗങ്ങൾ, അതിന്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വീണ്ടും ഈ ചോദ്യ പരിഹാരങ്ങളൊക്കെ പറയുന്നത്. ഭൂതത പരമാർത്ഥത സൃജ്യമാനേ വസ്തുനി അഭൂതതോ മായാവിന ഇവ സൃജ്യമാനേ വസ്തുനി സമാതുല്യ സൃഷ്ടിസ്തുതി. ഇവിടെ നമുക്ക് സൃഷ്ടി അനുഭവപ്പെടുന്ന എന്താണ്? പരമാർത്ഥത എന്നുവെച്ചാൽ പരിണാമരൂപത്തിലാണ് സൃഷ്ടി നമുക്ക് അനുഭവപ്പെടുന്നത്. അക്കാര്യത്തിൽ ഒരു ശാസ്ത്രകാരനും അഭിപ്രായ വ്യത്യാസമുണ്ട്. സൃഷ്ടി ഒരു പരിണാമമാണ് എന്നുള്ള കാര്യത്തിൽ അദ്വൈതിക്ക് സമ്മതമാണ്. ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിണാമം ഏത് രൂപത്തിലുള്ളതായിരിക്കും? സൃഷ്ടിയിൽ ഓരോ സന്ദർഭത്തിൽ എന്ത് പരിണമിച്ച് എന്താകുന്നു, അതെല്ലാം പരിണാമദൃഷ്ടി പഠിക്കുന്നവർക്ക് അതിന് അവരവരുടേതായ സിദ്ധാന്തങ്ങളാണ്. പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ ആധുനിക ശാസ്ത്രത്തിലും പറയുമല്ലോ. അതിന്റെ അടിസ്ഥാന തത്വത്തെ അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നതാണ്. പരിണാമം എവിടെ തുടങ്ങി, അതെങ്ങോട്ട് പോകുന്നു, ഈ കാര്യങ്ങളിലെല്ലാം പല ശാസ്ത്രജ്ഞന്മാർക്കും അഭിപ്രായ വ്യത്യാസം കാണും. അതവർ പഠിക്കുന്ന രീതി. ആധുനികമായ ശാസ്ത്രജ്ഞന്മാർ തന്നെ ചിലർ പറയും എന്താണ്, ആ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായി. ചിലർ പറയും അങ്ങനെയല്ല. ഈ രണ്ടഭിപ്രായവും ആധുനിക ശാസ്ത്രജ്ഞന്മാരിൽ തന്നെയാണ്. പരിണാമത്തെക്കുറിച്ച് ആരും ഏകാഭിപ്രായക്കാരല്ല. പക്ഷെ പരിണാമം എന്ന് പറയുന്ന ഒരു തത്വം സൃഷ്ടിയിലുണ്ടെന്നുള്ളത് അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്വൈതത്തിൽ പരിണാമം എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്ക് വിഷയമല്ല. എന്ന് വെച്ചാൽ എങ്ങനെ അത് പരിണമിക്കുന്നു, പരിണാമത്തിന്റെ തുടക്കം എന്താണ്, അത് ഏത് രീതിയിൽ മുമ്പോട്ട് പോകും, അതിവിടെ ഒരു മുഖ്യമായ ചർച്ചയാണ്. ചില ഭാഗങ്ങളിലെല്ലാം പറയും എന്താണ് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, പിന്നീട് ഭൂമി, അങ്ങനെ സൃഷ്ടിക്രമങ്ങളൊക്കെ പറയും. അല്ല മറ്റു ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുള്ള സൃഷ്ടിക്രമങ്ങളുമാണ്. അദ്വൈതയുടെ സ്വന്തമായിട്ടുള്ളതൊന്നുമില്ല. അദ്വൈതത്തിൽ ആവിഷ്കരിച്ചൊന്നുമില്ല. സാഖ്യന്മാരും നൈയായികന്മാരും എല്ലാം പറഞ്ഞിട്ടുള്ള സൃഷ്ടിക്രമങ്ങളെ പല ഭാഗങ്ങളിലും അദ്വൈതി കടമെടുക്കാറുണ്ട്. അതിനു വേണ്ടി അത്തരം സൃഷ്ടിക്രമങ്ങൾ മനസ്സിലിരിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ വേണ്ടി മാത്രം. അല്ലാതെ ആ സൃഷ്ടിക്രമത്തിലൊന്നും അദ്വൈതത്തിന് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ധരിക്കാനും പാടില്ല. എന്താണ് ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി എന്ന് വേദാന്തത്തിലെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സയൻസുമായിട്ട് എങ്ങനെ യോജിക്കും? ആദ്യം ആകാശമാണ് ഉണ്ടായത്. അത് എന്താണ് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൽ അതിനൊരുപാട് ശാഖോപശാഖകളായി പലതാണല്ലോ. അവിടെയൊക്കെ ഇതെങ്ങനെ യോജിപ്പിക്കാൻ ശ്രമിക്കും? അത് യോജിപ്പിച്ച് എങ്ങനെ നമുക്ക് പുസ്തകം എഴുതാം? ഇതൊന്നും അദ്വൈതി ചിന്തിച്ചിട്ടേ ഇല്ല. പരിണാമം എന്ന് പറയുന്ന ഒന്നിനെ മാത്രം തത്വത്തിൽ അംഗീകരിക്കുകയല്ലാതെ പരിണാമത്തിന്റെ വൈചിത്ര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിഷയമേ അല്ല.
എന്തുകൊണ്ട്? ഇനി നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ശരി, നിങ്ങളുടെ ചിന്താഗതി നമ്മൾ അംഗീകരിക്കാം. കുരങ്ങിൽ നിന്നാണ് പരിണമിച്ച് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞാലും അദ്വൈതത്തിൽ ഒരു ദോഷമില്ല. കുരങ്ങന്റെ എല്ലാ സവിശേഷതകളുള്ള ഒരു മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇവന്റെ അപ്പൂപ്പൻ കുരങ്ങനായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ അനുഭവത്തിനും അത് അദ്വൈതിക്ക് സമ്മതിക്കാൻ ഒരു പ്രയാസമില്ല. അത് മറ്റു പല ശാസ്ത്രങ്ങൾക്കും ചിലപ്പോൾ എതിരായിരിക്കും, പക്ഷെ അദ്വൈതത്തിന് അത് എതിരല്ല. കാരണം അവന്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്, അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ പരിണാമത്തെ നിങ്ങൾ സ്വീകരിച്ചാലും ഞങ്ങൾക്ക് അതിനോട് വിരോധമൊന്നുമില്ല. അതിനെ നിഷേധിക്കാൻ വേണ്ടി സയൻസ് പഠിച്ച് പുസ്തകം എഴുതേണ്ട കാര്യമൊന്നും അദ്വൈതിക്കില്ല. ഇനി അഭൂതോ മായയാവ, ഇനി മറിച്ചാണ് പറയണത്, ഇതൊക്കെ മായ കൊണ്ടുണ്ടായതാണ് എന്ന് സൃഷ്ടിയെക്കുറിച്ച് പറയണമെങ്കിൽ ആരെങ്കിലും, അതിന് ഞങ്ങൾക്ക് അതൊരു അഭിപ്രായമൊന്നുമില്ല. രണ്ടിലും ഞങ്ങളുടെ നിലപാടൊന്നാണ്. അജാതവാദിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ. ഇതിനൊക്കെ എതിർക്കാൻ പോകുന്ന ആരാണ്? ദൈവം ആദ്യം സൂര്യനെ സൃഷ്ടിച്ച്, പിന്നെ 2 ദിവസം റെസ്റ്റ് എടുത്ത്, പിന്നെ ഭൂമിയെ സൃഷ്ടിച്ച്, പിന്നെ 3 ദിവസം റെസ്റ്റ് എടുത്ത്, പിന്നെ ചന്ദ്രനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നിടത്താണ് ഇതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരുന്നത്. അത് യുക്തിക്കും സയൻസിനും യോജിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാബദ്ധമാണ്. ബഹുലക്ഷം ജനങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നു വിചാരിച്ചാൽ അതൊന്നും ഒരിക്കലും ശരിയാകത്തില്ല. ശുദ്ധമണ്ഡത്തരമാണ്. ഈ ഭാരതത്തിലെ ഒരു ദർശനങ്ങളിലും ഇങ്ങനെയുള്ള അബദ്ധം പറഞ്ഞിട്ടേ. ഇവിടെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവന്മാരെ കുറിച്ചും ദേവിമാരെ കുറിച്ചും. പക്ഷെ ഒരിക്കലും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ ഇവിടെ ആരും സ്വീകരിക്കത്തില്ല. ദൈവം ആദ്യം ഭൂമിയെ, ആദ്യം സൂര്യനെ സൃഷ്ടിച്ച്, പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഒരു വലിയ തമാശയുണ്ട്, ഞാൻ ഓർത്തു വയ്ക്കാറുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതും ദൈവം പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്നു, ഇത്തരം കാഴ്ചപ്പാടുകൾ, അത് പരിണാമവാദം ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാടുകൾ ഇനി അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിലും, അല്ല മറിച്ച് ഇനി ഇത് മായയാണ്, ഇന്ദ്രജാലം പോലെയാണെന്ന് പറഞ്ഞാലും ശരി, സമാതുല്യ സൃഷ്ടിശ്രുതി. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, അദ്വൈതിയുടെ കാഴ്ചപ്പാടിൽ സൃഷ്ടിശ്രുതിയുടെ താല്പര്യം ഒന്ന് തന്നെ. നിങ്ങൾ പരിണാമം എന്ന് പറഞ്ഞാലും വിവർത്തം എന്ന് പറഞ്ഞാലും ആധുനിക സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാലും ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, സൃഷ്ടിശ്രുതി അതെന്താണത്? തുല്യമാണ്. എന്താണ് സൃഷ്ടിശ്രുതിയുടെ താല്പര്യം? നേരത്തെ പറഞ്ഞു സാധു അന്യപര. അതിന്റെ താല്പര്യം ഇവിടെ സൃഷ്ടി സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് പരമാർത്ഥത്തിൽ. അവിടെ വീണ്ടും ചോദിക്കുന്നു, നവനോ ഗുണമുഖ്യോർ മുഖ്യേ ശബ്ദാർത്ഥ പ്രതിപത്തിരയുക്ത. സാധാരണ ലൗകികമായ യുക്തികൾ, ലൗകികമായ ന്യായങ്ങൾ ചർച്ചയിൽ അതിനെയൊക്കെ അംഗീകരിക്കേണ്ടി വരും. അതിലൊരു പ്രസിദ്ധമായ ന്യായമാണ് ഗൗണമുഖ്യോർ മുഖ്യേ കാര്യസമ്പ്രതിപത്തി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും അപ്രധാനമായും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രധാനമായതിനെ എടുക്കത്തുള്ളൂ. ഇവിടെ ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു, ശ്രുതിയുടെ വാക്യത്തിൽ നിന്ന് ബോധിപ്പിക്കുന്നതാണ് തത് തേജോ അസർജത. തേജസ്സിനെ സൃഷ്ടിച്ചു. തേജസ് എന്ന് പറയുന്ന ഒരു ഉപലക്ഷണമായിട്ട് എടുത്താൽ മതി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ദൈവത്തെ അംഗീകരിക്കാം, സൃഷ്ടികർത്താവിനെ അംഗീകരിക്കാം. സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതല്ലേ മുഖ്യം, ഇതല്ലേ മുഖ്യമായ അർത്ഥം. ഈ അർത്ഥത്തെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട്
എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പരമാർത്ഥത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാ ദഹിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ശബ്ദാർത്ഥ മര്യാദയെ പിന്തുടരാതെ ഒരു സിദ്ധാന്തത്തെ നിങ്ങൾക്ക് എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും എന്നാ ചോദിക്കുന്നതിന് താല്പര്യം. പറയുന്നു അത് ശരിയല്ല. ഞങ്ങൾ പറയുന്നതിന്റെ മുഖ്യമായ കാര്യം തന്നെയാണ്, ഗൗണമായ കാര്യമല്ല. അന്യഥ പറയുന്നു അജാതവാദത്തെ സ്വീകരിച്ചേ മതിയാവുന്നത്. അജാതം എന്നുള്ള പരമാർത്ഥ തത്വത്തെ അംഗീകരിച്ചേ പറ്റും. സൃഷ്ടിർ അപ്രസിദ്ധത്വ. അതല്ലാതെ നിങ്ങൾക്ക് ശ്രുതിയിലൂടെ ഈ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിലൂടെ നിങ്ങൾ ഈ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് ഇത് പരിണാമമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണ്. മായാവി ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല. എന്തുകൊണ്ട്? അവിടെയും നിങ്ങൾ അംഗീകരിക്കണം മായാവി ഉണ്ടാക്കിയതുപോലെ ഇത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. എന്താണ്? ഇത് പരമാർത്ഥത്തിൽ ഒരു തരത്തിലും ഉണ്ടായിട്ടേ ഇല്ല എന്ന് സ്വീകരിക്കേണ്ടി വരും. അത് മുഖ്യമായി സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അതിനുള്ള ഹേതു എന്താണ്? നിഷ്പ്രയോജനത്വ. സത്യമായ ഒരു പ്രപഞ്ചം, അതുകൊണ്ട് ഈ ചൈതന്യത്തിന്, പരമാത്മാവിന് പ്രയോജനം. അല്ലെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെ സത്യമായി ഗ്രഹിക്കുന്നുണ്ട് ജീവനത് യാതൊരു തരത്തിലുള്ള ആത്യന്തിക പ്രയോജനത്തെയും കൊടുക്കുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ജീവൻ ആഗ്രഹിക്കുന്ന ആത്യന്തികമായ പ്രയോജനം എന്ന് പറയുന്നത് അവൻ അറിഞ്ഞോ അറിയാതെയോ, അറിവുള്ളവനും അറിവില്ലാത്തവനും ആഗ്രഹിക്കുന്ന എന്താണ്? നിർവൃതിയാണ്. അത് നേടിയെടുക്കാനാണ് അവന്റെ എല്ലാ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ പ്രവർത്തനങ്ങളും. ഇതിൽ നിന്നുള്ള ഒരു മോചനം ഏത് തരത്തിലാണെന്ന് അവൻ അറിയത്തില്ല. അതിനുവേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. അതിനാണ് മോക്ഷമെന്ന് ആത്മീയവാദികൾ പറയുന്നത്. അതാണ് ഇതൊന്നും അവനെ തൃപ്തിപ്പെടുത്താത്ത. ഒന്നും അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല. എന്താണ്? അവനൊരു വലിയ തൃപ്തി ആഗ്രഹിക്കുന്നു. അവനൊരു പരമമായ തൃപ്തിയിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഈ തൃപ്തിയിലൊന്നും അവൻ സമാധാനം കണ്ടെത്താത്തത്. അപ്പോൾ അതെല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. ജീവന്റെ യാത്ര ഏതോ ഒന്നിനു വേണ്ടിയാണ്. നിങ്ങൾ പറയുകയാണ് ഈ സൃഷ്ടി ഇത് സത്യമാണ്, ഇതെല്ലാം പരമാർത്ഥമാണെന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ലക്ഷ്യം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയാതെ, അവനൊരിക്കലും ഇതിൽ നിന്നും മോചനമില്ലാതെ വരും. ഇതൊന്നും അവന്റെ മുമ്പിൽ തന്നെ വേണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സൃഷ്ടി അംഗീകരിച്ചാൽ മോക്ഷം അസാധ്യമായി തീരും. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ ചിന്താശീലമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ചിന്താശൂന്യന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആ പറയുന്നത് എത്രമാത്രം പരമാർത്ഥമാണ്. നിഷ്പ്രയോജനത്വ. അതുകൊണ്ട് പ്രപഞ്ചത്തെ കേവലം ഒരു പ്രതീതിയായി മാത്രം കാണുക. തുര്യന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ആ തുര്യന്റെ സ്പന്ദനം, ജീവന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ജീവന്റെ പ്രതീതി. ഇതിനപ്പുറം സത്യം ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ അജാതം എന്ന് പറയുന്നത് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സൃഷ്ടിയെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പിന്നെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൃഷ്ടി കൊണ്ട് തന്നെ സംതൃപ്തനാകുക. അങ്ങനെ ഒരു നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടി വരും. അത് വേണമോ എന്നാണ് ചോദിക്കുന്നത്.
അവിദ്യ സൃഷ്ടി വിഷയ സർവ ഗൗണി മുഖ്യാജ സൃഷ്ടി ന പരമാർത്ഥത. അതുകൊണ്ട് ശ്രുതി ഏതെല്ലാം തരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പരാമർശിച്ചാൽ മുഖ്യമായ എന്താണ് പറയുന്നത്? നേഹ നാനാസ്തി കിഞ്ചന സബാഹ്യാഭ്യന്തരോഹ്യത. ഈ ശ്രുതികളെല്ലാം പലതവണ ആവർത്തിച്ചാണ്. അതാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള മുഖ്യ ശ്രുതികൾ. സൃഷ്ടിയുടെ താല്പര്യത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികൾ. ഗുണശ്രുതി എന്താണ് പറയുന്നത്? തത്തേജോ അസൃജത, ആകാശാത് വായു, സൃഷ്ടി ഉണ്ടായതായി പറയുന്നു. ഏത് ശ്രുതിയെ നിങ്ങളെടുത്താലും ശരി, അവിടേക്ക് എന്താണ്? അവിദ്യ സൃഷ്ടി വിഷയ. അവിദ്യാ സൃഷ്ടി, അതാണ് പരമാർത്ഥമല്ലാത്ത സൃഷ്ടി, കേവലം പ്രതീതമാകുന്ന സൃഷ്ടി. ഇതാണ് ശ്രുതി താല്പര്യപൂർവ്വം ബോധിപ്പിക്കുന്നത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ഇത്ര മാത്രമേ ധരിക്കേണ്ടതുള്ളൂ. എന്താണ്? സൃഷ്ടി ഒരു അനുഭവം, അത്ര മാത്രമേ ഉള്ളൂ. സൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും സൃഷ്ടി ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ താല്പര്യം ഇതാണ്. എന്താണ്? സൃഷ്ടി കേവലമായ ഒരു അനുഭവം മാത്രം. സൃഷ്ടിയുടെ സ്ഥൂലതയും സൂക്ഷ്മതയും സൃഷ്ടിയിലെ കാലദേശങ്ങളും സൃഷ്ടിയുടെ എല്ലാ വൈചിത്ര്യങ്ങളും ഈ അനുഭവത്തിൽ നിൽക്കുന്നതാണ് എന്നുള്ള ആ പരമാർത്ഥത സൃഷ്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അത്ര ഇവിടെ പറയുന്നു. അല്ലാതെ തന്നെ പരമാർത്ഥത, അല്ലാതെ ഒരിക്കലും നമ്മുടെ ഈ അനുഭവങ്ങളിൽ സത്യബുദ്ധി വരാൻ പാടില്ല. ഇതാണ് സത്യമെന്ന് കരുതിയോ പിന്നെ നിനക്കിതിൽ നിന്നും മോചനമില്ല. കാരണം എന്തുകൊണ്ട്? ഒരിക്കലും നിനക്ക് സത്യത്തെ തിരസ്കരിക്കാൻ സാധ്യമല്ല. ഒരിക്കലും സത്യത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത് സത്യമാണെങ്കിൽ ഇതിന് നിനക്ക് എങ്ങനെ നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും? എങ്ങനെ തിരസ്കരിക്കാൻ പറ്റും? അത് രണ്ടും ചെയ്യാതെ എങ്ങനെ നിനക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാകും? അത് അസംഭവമായി തീരും. അതുകൊണ്ട് വിവേകപൂർവമായി ശ്രുതിയെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന തരത്തിൽ മനസ്സിലാക്കണം എന്നാണ് ഭാഷ്യകാരൻ നമ്മളെ ബോധിപ്പിക്കുന്നത്. സബാഹ്യാഭ്യന്തരോഹ്യതി ശ്രുതേഹേ. അതെങ്ങനെ ചിന്തിച്ചാലും ശരി, നിങ്ങളുടെ ഈ അനുഭവത്തെ, പ്രപഞ്ചാനുഭവത്തെ എങ്ങനെ സ്വീകരിച്ചാലും ശരി, സ്ഥൂലവും സൂക്ഷ്മവുമായി സ്വീകരിക്കുക, കാര്യവും കാരണവുമായി സ്വീകരിക്കുക, ഉള്ളും വെളിയുമായി സ്വീകരിക്കുക, എങ്ങനെ സ്വീകരിച്ചാലും എന്താണ്? അജഹ, ഇത് അജൻ മാത്രമാണ്, ജനിക്കാത്തവൻ മാത്രമാണ്, ജനിച്ചവനൊന്നും ഇവിടെ ഇല്ല. ഈ തത്വം ഉള്ളിൽ ഉറപ്പിക്കുക. തസ്മാ ശ്രുത്യ നിശ്ചിതം യത് ഏകമേവ അദ്വിതീയം അജം അമൃതമിതി യുക്തിയുക്തം ച. അതുകൊണ്ട് ശ്രുതി നിശ്ചയപൂർവ്വം വെളിപ്പെടുത്തിയ തത്വം, ശ്രുതി എങ്ങനെയാണോ വെളിപ്പെടുത്തിയത് അതിനെ അതുപോലെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് യുക്തിയുക്തം തന്നെ. നിങ്ങളുടെ ബൗദ്ധികമായ എല്ലാ അറിവിനെയും അത് സാധൂകരിക്കുന്നതാണ്. നിങ്ങളുടെ ബൗദ്ധികമായ ഏതറിവ് കൊണ്ട് പരിശോധിച്ചാലും ശരി, അത് ആ ശ്രുതിയുടെ വെളിപ്പെടലിനപ്പുറമൊന്നുമില്ല. ഇത് കേവലം ഒരു പ്രതീതി മാത്രം, ഇതൊരു ഭാനം മാത്രം. യുക്തിയാച്ച സമ്പന്നം തദൈവ ഇത്യവോചാമ പൂർവഗ്രന്ഥേഹി. നിങ്ങളിതിന് യുക്തിയാണ് ആവശ്യപ്പെടുന്നത്. ശ്രുതി പറയുന്നു ശരി, പക്ഷെ ശ്രുതി പറയുന്നതിന് എന്താണ് യുക്തി? അത് മുമ്പ് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്താണ്? നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച അനുഭവമല്ല, നിങ്ങളുടെ അനുഭവത്തെ യുക്തി പിന്തുടർന്നാൽ മാത്രം മതി. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മുടെ അനുഭവത്തിന് നിരക്കാത്തതിനെ യുക്തിയിലൂടെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അദ്വൈതം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ അനുഭവം എന്താണോ, നിങ്ങളുടെ അനുഭവം എന്താണ്? ഇത് തന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് കേവലമായ ഒരു അനുഭവം മാത്രം, ഇത് കേവലമായ ഒരു ഭാനം മാത്രം, ഇത് ചിത്തത്തിലുള്ള ഒരു പ്രതീതി മാത്രം. ഈ അനുഭവത്തെ യുക്തി പിന്തുടരണം. അതിനാണ് യുക്തി ഉപയോഗിക്കേണ്ടത്.
തിരിച്ചാകരുത്. തിരിച്ചായാൽ ഇതിൽ നിന്ന് പിന്നെ സ്വാതന്ത്ര്യമില്ല. തദൈവ ശ്രുത്യർത്ഥോ ഭവതി ന ഇതര കഥാചിതപി. അതുകൊണ്ട് നിങ്ങൾ ശ്രുതിയെ എങ്ങനെ പരിശോധിച്ചു നോക്കുക? നിങ്ങളുടെ എല്ലാ ശാസ്ത്ര പാണ്ഡിത്യവും യുക്തിചിന്തയും അനുമാന സാമർഥ്യവും എല്ലാം ഉപയോഗിച്ച് ശ്രുതിയെ പരിശോധിച്ചു നോക്കുക. ഞാനിവിടെ വെളിപ്പെടുത്തിയതായിരിക്കും ശ്രുതിയുടെ അർത്ഥമെന്ന് ആചാര്യസ്വാമികൾ തറപ്പിച്ചു പറയുകയാണ്. ഇതിനപ്പുറം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ശ്രുതിക്ക് വേറൊന്നും പറയാനില്ല. ഇതാണ് നിങ്ങളുടെ അനുഭവത്തിന് നിരക്കുന്നത്, ഇതാണ് യുക്തിക്ക് നിരക്കുന്നത് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഭൂതത്തോ അഭൂതത്തോ വാപി സൃജ്യമാനേ സമാശ്രുതി നിശ്ചിതം യുക്തിയുക്തം ച യത്തദ്ഭവതി നേതരത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ